തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. അപ്പോൾ അദ്ദേഹമാണ് ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ നല്ല നിലക്ക് നൽകുകയും സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സെൻസർഷിപ്പ് ആ രീതിയിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും ഏകാധിപത്യപരമായ കാര്യമാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സാധാരണഗതിയിൽ പല രാഷ്ട്രീയ നേതാക്കളുമായി ചേർന്നുള്ള ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ അറസ്റ്റിലായ പ്രതികൾ ഏറ്റവും അടുത്ത് നിയമസഭയിൽ വന്ന് മന്ത്രിമാരുടെ കാണുന്നു, മുഖ്യമന്ത്രിയെ പല സ്ഥലത്ത് ഓഫീസിൽ ആ തരത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് വീഡിയോ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് അവരെ ആലോചിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇത്തരം ആളുകളുമായിട്ട് എങ്ങനെയുള്ള ബന്ധമാണെന്നൊക്കെ അവർ പറയേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ആ ബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല. ബന്ധം ഇയാൾ മയക്കുമരുന്നിൻ്റെ ആളാണെന്നറിയാതെയും ബന്ധം വരാമല്ലോ. മയക്കുമരുന്നിൻ്റെ ഭാഗമായി നടപടികൾ വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരാൻ പാടില്ല. ആ നടപടികൾ നിയമപരമായിട്ട് നടക്കണമല്ലോ. നിയമപരമായുള്ള നടപടികൾ തുടരുന്നതിന് തടസ്സം ഉണ്ടാക്കരുതല്ലോ. അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉൾപ്പൊരുളിന് യോജിക്കുന്നതാണത്. അതിപ്പോഴും നിലനിൽക്കുന്നതാണ് കാണുന്നത്. ഞാൻ ആ ഭാഗം ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ കാണുന്നത് നടപടി നല്ല നിലക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ്. നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ എന്തുകൊണ്ട് സംരക്ഷണത്തിന് തയ്യാറായി? എന്തുകൊണ്ട് ഈ വാർത്ത ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്ന നിലപാടെടുത്തു? അതല്ലേ പ്രധാനം. യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു എന്നാണല്ലോ അത് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു നടപടി ഉണ്ടായാൽ പുറത്താക്കാതെ പറ്റുമോ? പിന്നെ യൂത്ത് കോൺഗ്രസ് അല്ലാന്ന് പറഞ്ഞാൽ പുറത്താക്കിയതിൻ്റെ ശേഷം യൂത്ത് കോൺഗ്രസ് അല്ലാന്ന് പറയാം.